സർഫസ് കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ് ആണ്. അതിലൊന്നാമത്തെ ടിൻഡൽ ഇഫക്റ്റ് പഠിച്ചു. ഇനി അടുത്ത മെയിൻ പ്രോപ്പർട്ടി ബ്രൗണിയൻ മൂവ്മെന്റ് ആണ്. ബ്രൗണിയൻ മൂവ്മെന്റ് കണ്ടുപിടിച്ച റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനാണ്. റോബർട്ട് ബ്രൗൺ. അപ്പോൾ നമുക്കറിയാം, വെളിച്ചം കടന്ന് ഒരു ചെറിയ ഹോളിലൂടെ ഒരു ഇരുട്ടുമുറിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവിടെ ഡസ്റ്റ് പാർട്ടിക്കിൾ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അവ കണ്ടിന്യൂസ് മോഷനിലാണെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവ ഒരു സ്ട്രെയിറ്റ് ലൈനിലോ അങ്ങനെയൊന്നുമല്ല ഈ കൊളോയിഡൽ പാർട്ടിക്കിൾ സഞ്ചരിക്കുന്നത്. അവയ്ക്ക് തോന്നുന്ന ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് പോലെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ഇങ്ങനെയുള്ള കോൺസ്റ്റന്റ് സിക്സാഗ് മൂവ്മെന്റ്, അപ്പോൾ അത് ഇടയ്ക്ക് നിൽക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല, കണ്ടിന്യൂസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് സിക്സാഗ് മീൻസ് നേർരേഖയിലല്ലാതെ അല്ലെങ്കിൽ വളഞ്ഞു കുളഞ്ഞുള്ള ഈ മൂവ്മെന്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് വിളിക്കുക. ബ്രൗണിയൻ മൂവ്മെന്റ് ഈസ് ദ കോൺസ്റ്റന്റ് സിക്സാഗ് മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ കോൺസ്റ്റന്റ് സിക്സാഗ് ആയിട്ടുള്ള മൂവ്മെന്റിനെയാണ് വിളിക്കുക ബ്രൗണിയൻ മൂവ്മെന്റ്. നമ്മൾ ഈ ഫിഗറിൽ നോക്കിയറിയാം, അപ്പോൾ തോന്നുന്ന ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും ബ്രൗണിയൻ മൂവ്മെന്റ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം നമുക്കറിയാം, ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എപ്പോഴും ഡിസ്പേർഷൻ മീഡിയത്തിലെ പാർട്ടിക്കിൾസുമായിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്യൂ ടു കൊളീഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിസ്പേർഷൻ മീഡിയം വിത്ത് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. അപ്പോൾ ഡിസ്പേർഷൻ മീഡിയത്തിലെ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ എപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊളീഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊളീഷൻസ് ആണ് എന്തിനു കാരണം? ബ്രൗണിയൻ മൂവ്മെന്റിന് കാരണം. അപ്പോൾ ഈ മൂവ്മെന്റ് കാരണം എപ്പോഴും ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ദിസ് പ്രിവെന്റ് സെറ്റിലിംഗ് ഡൗൺ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ. കൊളോയിഡൽ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ ചെയ്യുന്നത് ഇത് പ്രിവെന്റ് ചെയ്യും, ഈ ബ്രൗണിയൻ മൂവ്മെന്റ്. അപ്പോൾ ഈ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് എന്തിന് കാരണമാകുന്നു? കൊളോയിഡിന്റെ സ്റ്റെബിലിറ്റിക്ക് കാരണം. ഇപ്പം നമുക്കറിയാം, ഈ സെറ്റിൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊളോയിഡിൻ എന്തായിട്ട് മാറും? സസ്പെൻഷനായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. അപ്പോൾ പിന്നെ അതിന് എക്സിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ബ്രൗണിയൻ മൂവ്മെന്റ് ആണ് ശരിക്കും കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സ്റ്റെബിലിറ്റിക്ക് കാരണം. ചാർജ് ഒക്കെ പോകാതെ നിൽക്കാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാരണം ബ്രൗണിയൻ മൂവ്മെന്റ് ആണ്. അപ്പോൾ Brownian movement is the constant zigzag movement of colloidal particles. പിന്നെ അടുത്ത പ്രോപ്പർട്ടി ചാർജ് ഓഫ് കൊളോയിഡ്സ്. നമുക്കറിയാം, കൊളോയിഡൽ പാർട്ടിക്കിൾസിന് എന്തായാലും ഒരു ചാർജ് ഉണ്ട്, പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഒരു ചാർജ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റഡ് ഓക്സൈഡ്സ്. ഇപ്പോൾ ഉദാഹരണം ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾട്ട്, അതുപോലെ ബേസിക് ഡൈസ്, ഹീമോഗ്ലോബിൻ, അതുപോലെ ഓക്സൈഡ്സ്, ടൈറ്റാനിയം ഡയോക്സൈഡ് പോലുള്ള ഓക്സൈഡ് എല്ലാം പോസിറ്റീവ്ലി ചാർജ്ഡാണ്. ഇപ്പോൾ പോസിറ്റീവ്ലി ചാർജ് കൊളോയിഡ്സിന് ഉദാഹരണം ഹൈഡ്രേറ്റഡ് ഓക്സൈഡ്സ്, ബേസിക് ഡൈസ്, ഹീമോഗ്ലോബിൻ, ഓക്സൈഡ്സ് തുടങ്ങിയവ. നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ്സിന് ഉദാഹരണം മെറ്റൽ സോൾട്ട്സ്, ഇപ്പോൾ ഗോൾഡ് സോൾട്ട്, സിൽവർ സോൾട്ട്, അതുപോലെ മെറ്റൽ സൾഫൈഡ്സ്, നൈസീനിയം സൾഫൈഡ്, ആസിഡ് ഡൈസ്, ഇയോസിൻ പോലുള്ള അല്ലെങ്കിൽ കോങ്കോറഡ് പോലെയുള്ള ആസിഡ് ഡൈസ്, സ്റ്റാർച്ച്, ക്ലേ, ചാർക്കോൾ തുടങ്ങിയവ ഏത് ചാർജുള്ളതിന് ഉദാഹരണമാണ്? നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡുകൾക്ക് ഉദാഹരണമാണ്. ഈ കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ ചാർജിന് കാരണം എന്തെന്ന് നോക്കാം. ഇപ്പൊ രണ്ട് കാരണങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചാർജ് ഉണ്ടാകുന്ന മെയിനായിട്ട് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസ് ഫ്രം സൊല്യൂഷൻ അല്ലെങ്കിൽ ഡിസ്പേർഷൻ മീഡിയത്തിൽ നിന്ന് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള അയോണുകൾ എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും? കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സർഫസിലേക്ക് അല്ലെങ്കിൽ ഉപരിതലത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന അയോൺ കൊളോയിഡൽ പാർട്ടിക്കിളിലും ഡിസ്പേർഷൻ മീഡിയത്തിലും കോമൺ ആയിട്ടുള്ള അയോണാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അയോൺ കോമൺ ടു കൊളോയിഡൽ പാർട്ടിക്കിൾ ആണ്, ഡിസ്പേർഷൻ മീഡിയം ആയിരിക്കും എങ്ങോട്ട് അഡ്സോർബ് ചെയ്യപ്പെടുക? കൊളോയിഡിന്റെ സർഫസിലേക്ക് അഡ്സോർബ് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ അഡ്സോർബ് ചെയ്യുകയാണെങ്കിൽ കൊളോയിഡ് പോസിറ്റീവ്ലി ചാർജഡ് ആയിരിക്കും.
നെഗറ്റീവ് ചാർജുള്ള അയോൺസ് അഡ്സോർബ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? കൊളോയിഡ് നെഗറ്റീവ്ലി ചാർജ് ആയി. ഉദാഹരണമായിട്ട് പറയുന്നത് ഇപ്പൊ അത് ഏത് അയോൺ ആണെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പൊ പൊട്ടാസ്യം അയോഡൈഡിലേക്ക് എക്സസ് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ, പൊട്ടാസ്യം അയോഡൈഡിലേക്ക് എക്സസ് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കൊളോയിഡൽ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ സിൽവർ അയോഡൈഡ് ആണ്. സിൽവർ അയോഡൈഡിന്റെ സർഫസിലേക്ക് ഡിസ്പേഷൻ മീഡിയത്തിലുള്ള I- അല്ലെങ്കിൽ അയോഡൈഡ് അയോൺ എക്സസ് ആയിട്ടുള്ള സിൽവർ അയോൺസ് മൈഗ്രേറ്റ് ചെയ്യുന്നു, Ag+ അയോൺസ് മൈഗ്രേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇത് സോള് പോസിറ്റീവ്ലി ചാർജഡ് ആയിരിക്കും. ഇതിനെ സോൾ എന്ന് വിളിക്കാം, ഇത് പോസിറ്റീവ്ലി ചാർജഡ് ആയിരിക്കും. അപ്പോൾ എന്താണ്, ഡിസ്പേഷൻ മീഡിയത്തിനും കൊളോയിഡൽ പാർട്ടിക്കിളിനും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള അയോൺ ആയിരിക്കും എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുക? കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ സർഫസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ അത് സിൽവർ അയോൺസ് മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് പോസിറ്റീവ്ലി ചാർജഡ് ആയിരിക്കും. ഇനി എക്സസ് പൊട്ടാസ്യം അയോഡൈഡിലേക്കാണ് നമ്മൾ കുറച്ച് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുന്നത്. അവിടെ എക്സസ് ആയിട്ടുള്ള അയോൺസ് I- ആണ്. അപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾ ഉണ്ടാകുന്ന സിൽവർ അയോഡൈഡിന്റെ മേളിലേക്ക് ഏതാണ് അഡ്സോർബ് ചെയ്യപ്പെടുന്നത്? I- ആണ് അഡ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? നെഗറ്റീവ്ലി ചാർജഡ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസ് ഫ്രം ഡിസ്പേർഷൻ മീഡിയം ഓൺ ദി സർഫസ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസ് ഫ്രം ഡിസ്പേർഷൻ മീഡിയം ഓൺ ദി സർഫസ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന അയോൺ ഏതിന് കോമൺ ആയിരിക്കും? കൊളോയിഡൽ പാർട്ടിക്കിളിനും ഡിസ്പേർഷൻ മീഡിയത്തിനും കോമൺ ആയിട്ടുള്ള അയോൺ ആയിരിക്കും. ഇനി രണ്ടാമത്തെ റീസൺ ഫോർമേഷൻ ഓഫ് ആൻ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഇലക്ട്രിക്കൽ ഡബിൾ ലെയറിന്റെ ഫോർമേഷനാണ് രണ്ടാമത്തെ റീസൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ ദ അഡ്സോർബ്ഡ് ലെയർ അട്രാക്ട് കൗണ്ടർ അയോൺ ഫ്രം മീഡിയം ആൻഡ് ഫോംസ് എ ഡബിൾ ലെയർ. ഈ ഡബിൾ ലെയറിനെ വിളിക്കുന്ന പേരാണ് ഹെൽമോൾട്ട്സ് ഡബിൾ ലെയർ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഡിസ്പേർഷൻ മീഡിയം, അതിന്റെ മേളിൽ കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ സർഫസിലേക്ക് ഇപ്പോൾ പോസിറ്റീവ് അയോൺസ് അഡ്സോർബ് ചെയ്യാൻ വിചാരിക്കുക. അപ്പൊ ഈ പോസിറ്റീവ് അയോൺസ് അത്രയും തന്നെ നെഗറ്റീവ് അയോൺസിനെ ഡിസ്പേർഷൻ മീഡിയത്തിൽ നിന്ന് ഇതിന്റെ സർഫസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സമ്മതിക്കും. അപ്പോൾ അവിടെ ഒരു ചാർജിന്റെ ഡബിൾ ലെയർ ഫോം ചെയ്യുന്നു. ഈ ഡബിൾ ലെയറിനെ ഹെൽമോൾട്ട്സ് ഡബിൾ ലെയർ എന്ന് വിളിക്കുന്നു. ഈ ഡബിൾ ലെയറിനെ വിളിക്കുന്നു ഹെൽമോൾട്ട്സ് ഡബിൾ ലെയർ. അപ്പോൾ ഇവിടെ ആദ്യം അഡ്സോർബ് ചെയ്ത ആ ലെയറിനെ നമ്മൾ ഫിക്സഡ് ലെയർ എന്നും, രണ്ടാമത് ഡിസ്പേർഷൻ മീഡിയത്തിൽ നിന്ന് വന്ന ലെയറിനെ ഡിഫ്യൂസ്ഡ് ലെയർ എന്നും, ഫസ്റ്റ് ലെയറിനെ ഫിക്സഡ് ലെയർ എന്നും രണ്ടാമത്തെ ലെയറിനെ എന്ത് വിളിക്കുന്നു? ഡിഫ്യൂസ്ഡ് ലെയർ എന്നും വിളിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ചാർജിന്റെ രണ്ട് ലെയറുകൾ വന്നിരിക്കുമ്പോൾ അവ തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് ഡിഫ്യൂസ്ഡ് ലെയർ ഈസ് കോൾഡ് സീറ്റ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് ഡിഫ്യൂസ്ഡ് ലെയർ ഈസ് കോൾഡ് സീറ്റ പൊട്ടൻഷ്യൽ. ഉദാഹരണം, സിൽവർ അയോഡൈഡിന്റെ സോൾ ആണെങ്കിൽ ഡിസ്പേർഷൻ മീഡിയത്തിൽ നിന്ന് I- അതിനകത്തേക്ക് അഡ്സോർബ് ചെയ്യപ്പെടും. ആദ്യം അതിന്റെ തന്നെ തുല്യ എണ്ണം K+ അയോൺസ് ഡിസ്പേർഷൻ മീഡിയത്തിൽ നിന്ന് ഇതിലേക്ക് അഡ്സോർബ് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഒരു ഡബിൾ ലെയർ, ആദ്യത്തെ ലെയർ I- ലെയറിനെ ഫിക്സഡ് ലെയർ എന്നും K+ ലെയറിനെ ഡിഫ്യൂസ്ഡ് ലെയർ എന്നും വിളിക്കുന്നു. അതുപോലെ സിൽവർ അയോഡൈഡും എക്സസ് സിൽവർ അയോൺസ് ആണെങ്കിൽ സിൽവർ അയോൺസ് ആദ്യം മൈഗ്രേറ്റ് ചെയ്യപ്പെടും, അത് ഫിക്സഡ് ലെയർ ഫോം ചെയ്യും. തുല്യ എണ്ണം I- ഡിസ്പേർഷൻ മീഡിയത്തിൽ നിന്ന് ഇതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും, അപ്പോൾ അത് ഡിഫ്യൂസ്ഡ് ലെയറും ഫോം ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ഇതിനെ എന്ത് വിളിക്കും? സീറ്റ പൊട്ടൻഷ്യൽ. അപ്പൊ ഇതും എന്തിനു കാരണമാവും? ചാർജ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ. അടുത്ത പ്രോപ്പർട്ടി ഇലക്ട്രോഫോറസിസ് ആണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇലക്ട്രോഫോറസിസ്. അപ്പോൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൊളോയിഡൽ സൊല്യൂഷന് എടുത്തിട്ട് അതിനകത്ത് 2 പ്ലാറ്റിനം ഇലക്ട്രോഡുകൾ ഘടിപ്പിക്കുക. അതിനുശേഷം അതിനകത്തൂടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വോൾട്ടേജ് പാസ് ചെയ്താൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ് ആണെങ്കിൽ അത് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ളതാണെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡ്. ഇപ്പോൾ ഇവിടെ ഒരു ഷേപ്ഡ് ട്യൂബിൽ കൊളോയിഡൽ സൊല്യൂഷൻ എടുത്തിരിക്കുന്നത്, അതിനകത്ത് പോസിറ്റീവ് ചാർജ് ഉള്ളതാണെന്ന് വിചാരിക്കുക. പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ് ആണെങ്കിൽ അത് ഏത് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യും? നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യും. അതുപോലെ നെഗറ്റീവ് ചാർജ് ഉള്ളതാണെങ്കിൽ അത് എങ്ങോട്ട് മൂവ് ചെയ്യും? പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യും.
അപ്പോൾ this movement is called electrophoresis. The movement of colloidal particles towards the opposite electrode in presence of a platinum electrode. സാധാരണ ഉപയോഗിക്കുന്ന പ്ലാറ്റിനം ഇലക്ട്രോഡാണ്. അപ്പോൾ this movement is called electrophoresis. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇലക്ട്രോഫോറസിസ്. അപ്പോൾ മൂവ്മെന്റ് ഓഫ് colloidal particles towards the opposite electrode when electric field is applied in presence of platinum electrode. This property is called electrophoresis. പിന്നെ അതിനോട് ബന്ധപ്പെട്ട് തന്നെ വേറൊരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോ ഓസ്മോസിസ്. നമ്മൾ ഏത് വിധേനയും കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് സപ്രസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൂവ്മെന്റ് തടയുകയാണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ ഡിസ്പേഷൻ മീഡിയം ഓപ്പോസിറ്റ്, ഇപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഏത് സൈഡിലേക്കാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് മൂവ് ചെയ്യും? ഡിസ്പേഷൻ മീഡിയം മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ കൊളോയിഡൽ പാർട്ടിക്കിൾ റൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ ഡിസ്പേഷൻ മീഡിയം ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് വിളിക്കുക ഇലക്ട്രോ ഓസ്മോസിസ്. In presence of electric field, if the movement of colloidal particle is prevented, the dispersion medium will move in the opposite direction. Dispersion medium opposite direction like move. ഈ പ്രോപ്പർട്ടി എന്തെന്ന് വിളിക്കുന്നു? ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതാണ് ഇലക്ട്രോ ഓസ്മോസിസ്. അടുത്തത് നെക്സ്റ്റ് പ്രോപ്പർട്ടി കൊയാഗുലേഷൻ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ. 3 പേരുകളുണ്ട്: കൊയാഗുലേഷൻ, പ്രസിപ്പിറ്റേഷൻ, ഫ്ലോക്കുലേഷൻ. നമ്മൾ കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് ഒരു ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോലൈറ്റ്, വളരെ കുറച്ച് ഇലക്ട്രോലൈറ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾ ചാർജ് നഷ്ടപ്പെട്ട് അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നഷ്ടപ്പെട്ട് താഴെ സെറ്റിൽ ഡൗൺ ചെയ്യും. ഈ പ്രോപ്പർട്ടിയാണ് വിളിക്കുക കൊയാഗുലേഷൻ. അപ്പോൾ കൊയാഗുലേഷൻ ഈസ് ദ സെറ്റിലിംഗ് ഡൗൺ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഡ്യൂ ടു ലോസ് ഓഫ് ചാർജസ്. ചാർജ് നഷ്ടപ്പെട്ട് കൊളോയിഡൽ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് വിളിക്കുക കൊയാഗുലേഷൻ, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ, അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ ചാർജ് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ കൊളോയിഡിന് അതിൻ്റെ പ്രോപ്പർട്ടീസും നഷ്ടപ്പെടും. ഈ കൊയാഗുലേഷനുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ബൈ ഇലക്ട്രോഫോറസിസ്. ഇപ്പോൾ കുറേ ഇലക്ട്രിസിറ്റി കുറേ അധികം നേരം പാസ് ചെയ്യുകയാണെങ്കിൽ ഇത് കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ എല്ലാം ചാർജ് നഷ്ടപ്പെട്ട് ഓപ്പോസിറ്റ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്ത് അതിൻ്റെ ചാർജ് നഷ്ടപ്പെട്ട് കൊളോയിഡൽ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ ചെയ്യും. അതുപോലെ രണ്ടാമത്തെ ബൈ മിക്സിംഗ് ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് കൊളോയിഡ്. അപ്പോൾ ഓപ്പോസിറ്റ് ചാർജുള്ള കൊളോയിഡ് ആഡ് ചെയ്താൽ ഇതിൻ്റെ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ചാർജ് പരസ്പരം ന്യൂട്രലൈസ് ചെയ്യപ്പെട്ട് അത് സെറ്റിൽ ഡൗൺ ചെയ്യും. അതുപോലെ ബൈ ബോയിൽ, കുറേ അധികം സമയം ബോയിൽ ചെയ്യുകയാണെങ്കിൽ സംഭവിക്കും ഇങ്ങനെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്ത് പരസ്പരം കൂട്ടിയിടിച്ച് അതിൻ്റെ ചാർജ് നഷ്ടപ്പെട്ട് സെറ്റിൽ ഡൗൺ ചെയ്യും. പിന്നെ അല്ലെങ്കിൽ ബൈ പെർസിസ്റ്റന്റ് ഡയാലിസിസ്, കുറേ അധികം നേരം ഡയാലിസിസ് നടത്തി കഴിഞ്ഞാലും കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ചാർജ്, അതായത് അതിനകത്തുള്ള ആവശ്യമുള്ള ഇലക്ട്രോലൈറ്റുകളെല്ലാം പോകുന്നത് കൊണ്ട് പരസ്പരം അടുത്തടുത്ത് വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അഞ്ചാമത് ബൈ അഡീഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. ഒരു ഇലക്ട്രോലൈറ്റ് ചെറിയ അളവിൽ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ഇങ്ങനെ ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിന് ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസ് ഉണ്ടായിരിക്കണം. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡിലേക്കാണെങ്കിൽ ഇപ്പോൾ നെഗറ്റീവ് ചാർജുള്ള അയോൺ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോലൈറ്റ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ കൊയാഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്ന അയോണിനെ നമ്മൾ കൊയാഗുലേറ്റിംഗ് അയോൺ എന്നാണ് വിളിക്കുക. അപ്പോൾ ഏത് അയോൺസ് ആഡ് ചെയ്താണ് നമ്മൾ കൊയാഗുലേഷൻ നടത്തുന്നതിന് നമ്മൾ എന്തായിരിക്കും? കൊയാഗുലേറ്റിംഗ് അയോൺ. അപ്പോൾ അതിന് ഒരു റൂളുണ്ട്, ഹാർഡി-ഷുൾസ് റൂൾ. വളരെ ഇമ്പോർട്ടൻ്റ്, പല എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഹാർഡി-ഷുൾസ് റൂൾ. അപ്പോൾ ഹാർഡി-ഷുൾസ് റൂൾ ഇതൊക്കെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഫോർ കൊയാഗുലേറ്റിംഗ് കൊളോയിഡൽ സൊല്യൂഷൻ, for coagulating a colloidal solution, an ion having opposite charge of the colloid is required. കൊളോയിഡിന്റെ ചാർജ് ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസ് ആവശ്യമാണ് കൊയാഗുലേറ്റ് ചെയ്യാൻ. ഇപ്പോൾ പോസിറ്റീവ് ചാർജുള്ളതാണെങ്കിൽ നെഗറ്റീവ്ലി ചാർജ് അയോൺസ് വേണം, നെഗറ്റീവ് ചാർജുള്ളതാണെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് വേണം. ഇനി ഗ്രേറ്റർ ദ ചാർജ് ഓർ വാലൻസി ഗ്രേറ്റർ വിൽ ബി ദ കൊയാഗുലേറ്റിംഗ് പവർ ഓഫ് ദ അയോൺ. അപ്പോൾ ഈ കൊയാഗുലേറ്റിംഗ് അയോണിന്റെ ചാർജ് അല്ലെങ്കിൽ വാലൻസി കൂടുന്തോറും അതിന്റെ കൊയാഗുലേറ്റിംഗ് പവർ കൂടും. അപ്പോൾ ഇതിന് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആഴ്സീനിയം സൾഫൈഡ് സോള് നമുക്ക് കൊയാഗുലേറ്റ് ചെയ്യണം.
അപ്പോൾ അതിന് നമുക്കറിയാം ആൽസീനിയം സൾഫൈഡ് നെഗറ്റീവ്ലി ചാർജാണ്. എല്ലാ സൾഫൈഡ് സോൾസും നെഗറ്റീവ്ലി ചാർജാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഈ കൊളോയിഡിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ പോസിറ്റീവ് അയോൺസ്, പല പോസിറ്റീവ് അയോൺസും നമുക്ക് എടുക്കാം. Al3+ എടുക്കാം, Ba2+ എടുക്കാം, Na+. ഇത് അയോൺസ് ആയിട്ടല്ല, അത് ഉൾക്കൊള്ളുന്ന ഇലക്ട്രോലൈറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ കൊയാഗുലേറ്റിംഗ് പവർ ഏറ്റവും കൂടുതൽ ഇതിനായിരിക്കും Al3+, കാരണം അതിന്റെ ചാർജ് ഏറ്റവും കൂടുതൽ Al3+നാണ്, പിന്നെ Ba2+, പിന്നെ Na+. അപ്പോൾ അതിന്റെ കൊയാഗുലേറ്റിംഗ് പവർ അതിന്റെ ചാർജിനെ ആശ്രയിക്കും. ഏറ്റവും അധികം ചാർജ് ഉള്ളത് ഏറ്റവും അധികം കൊയാഗുലേറ്റിംഗ് പവർ ഉള്ളതായിരിക്കും. അതുപോലെ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഫെറിക് ഹൈഡ്രോക്സൈഡ് എടുക്കുകയാണെങ്കിൽ ഏത് കൊയാഗുലേറ്റിംഗ് അയോൺ ആവശ്യമാണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് കൊയാഗുലേറ്റിംഗ് അയോൺ ആവശ്യമാണ്. അപ്പോൾ ഇതുള്ള ഇലക്ട്രോലൈറ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഫെറോസൈനൈഡ് അയോൺ ഉണ്ട്, ഫോസ്ഫേറ്റ് അയോൺ ഉണ്ട്, സൾഫേറ്റ് അയോൺ ഉണ്ട്, Cl-. ഏറ്റവും അധികം ചാർജ് ഫെറോസൈനൈഡ് അയോൺ ആണ്. അപ്പോൾ അതിൻ്റെ ചാർജ് 4-. അപ്പോൾ ഏറ്റവും അധികം കൊയാഗുലേറ്റിംഗ് പവർ ഫെറോസൈനൈഡിന്, പിന്നെ ഫോസ്ഫേറ്റിന്, പിന്നെ സൾഫേറ്റിന്, പിന്നെ ക്ലോറൈഡിന്. അപ്പോൾ പാരീഷ് റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പറയാം, for coagulation of a colloid, an ion having opposite charge of the colloid is required. Greater the charge, greater will be the valent coagulating power of the ion. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ളതാണ് നെഗറ്റീവ് അയോൺസ് ആയിരിക്കും ഏറ്റവും അധികം ചാർജുള്ള, ഏറ്റവും കൊയാഗുലേറ്റിംഗ് പവർ ഉള്ളതായിരിക്കും. പിന്നെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ നെഗറ്റീവ് അയോൺസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ പോസിറ്റീവ് അയോൺസ് ആയിരിക്കും. അതിൻ്റെ ചാർജ് കൂടുന്തോറും അതിൻ്റെ കൊയാഗുലേറ്റിംഗ് പവർ കൂടും. നമ്മൾ നേരത്തെ കൊയാഗുലേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അതിൻ്റെ കൊയാഗുലേറ്റിംഗ് അയോണിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിൻ്റെ കൊയാഗുലേറ്റിംഗ് വാല്യൂ എന്താണ്? കൊയാഗുലേറ്റിംഗ് വാല്യൂ മിനിമം കോൺസെൻട്രേഷൻ ഇൻ മില്ലിമോൾസ് പെർ ലിറ്റർ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. ഇപ്പോൾ കൊയാഗുലേഷന് വേണ്ടി ഇലക്ട്രോലൈറ്റിൻ്റെ മിനിമം കോൺസെൻട്രേഷൻ എന്തിലാണ്? ഇൻ മില്ലിമോൾസ് പെർ ലിറ്റർ, മില്ലിമോൾസ് പെർ ലിറ്ററിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. which is required to precipitate a colloid in 2 hours. അപ്പോൾ 2 hours ഒരു കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനായിട്ട് എത്ര മില്ലിമോൾസ് പെർ ലിറ്റർ കൊയാഗുലേറ്റിംഗ് ഇലക്ട്രോലൈറ്റ് ആവശ്യമാണോ അതിനെയാണ് അതിൻ്റെ കൊയാഗുലേറ്റിംഗ് വാല്യൂ എന്നത്. ദ മിനിമം കോൺസെൻട്രേഷൻ ഇൻ നമ്പർ ഓഫ് മില്ലിമോൾസ് പെർ ലിറ്റർ ഓഫ് ഇലക്ട്രോലൈറ്റ് needed for അല്ലെങ്കിൽ required to precipitate a colloid in 2 hours is called its coagulating value. ഇനി ലയോഫിലിക് സോൾസ് നമുക്കറിയാം കുറച്ച് സ്റ്റേബിളാണ്. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് അതിന് ഈ ലയോഫിലിക് കൊളോയിഡിൻ്റെ ചുറ്റും സോൾവെൻറ്റ് മോളിക്യൂൾസ് സോൾവേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചാർജ് നഷ്ടപ്പെടണം. അപ്പോൾ അത് നമ്മൾ കൊയാഗുലേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നാമത് 2 മാർഗങ്ങളുണ്ട്. ഒന്ന് റിമൂവ് ദ ചാർജ് റിമൂവ് ചെയ്യുക. ചാർജ് റിമൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ കൊയാഗുലേറ്റിംഗ് അയോൺ ആഡ് ചെയ്യുക. ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചാർജിൽ അയോൺസ് ഉള്ള ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുക. രണ്ടാമത്തെ ഡിസ്പേർഷൻ മീഡിയം റിമൂവ് ചെയ്യുക. ഇപ്പോൾ വാട്ടറാണ് ഡിസ്പേർഷൻ മീഡിയം എങ്കിൽ നമുക്ക് അതിനകത്തേക്ക് അസറ്റോണോ ഫോമാൽഡിഹൈഡോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിസ്പേർഷൻ മീഡിയം ഡീഹൈഡ്രേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഡിസ്പേർഷൻ മീഡിയം ഈസ് റിമൂവ്ഡ് ബൈ ആഡിങ് സ്യൂട്ടബിൾ സോൾവെന്റ്. ഉദാഹരണം അസറ്റോൺ, ഫോമാൽഡിഹൈഡ് തുടങ്ങിയവ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് വാട്ടർ ഡിസ്പേർഷൻ മീഡിയം ആണെങ്കിൽ അത് റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു ലയോഫിലിക് കൊളോയിഡിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ ഒന്നാമത്തെ മാർഗം അതിൻ്റെ ചാർജ് റിമൂവ് ചെയ്യുക. രണ്ടാമത്തെ മാർഗം ഡിസ്പേർഷൻ മീഡിയം റിമൂവ് ചെയ്യുക. എന്താണ്? ബൈ ആഡിങ് സ്യൂട്ടബിൾ സോൾവെൻറ്റ്സ്. ഇനി ഈ ലയോഫിലിക് കൊളോയിഡ്സിനെ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് ആയിട്ട് ആഡ് ചെയ്യും. എന്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന? ലയോഫോബിക് കൊളോയിഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ദ ലയോഫിലിക് കൊളോയിഡ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ലയോഫോബിക് കൊളോയിഡ്സ് ബൈ സോൾവേറ്റിംഗ് ദം ഈസ് കോൾഡ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്. ഇപ്പോൾ ഈ ലയോഫോബിക് കൊളോയിഡിൻ്റെ ചുറ്റും, ഇപ്പോൾ ഇതൊരു ലയോഫോബിക് കൊളോയിഡ് പാർട്ടിക്കിളാണെന്ന് വയ്ക്കുക, അതിന് ചുറ്റും ലയോഫിലിക് കൊളോയിഡ് ഒരു ഷീത്ത് ഫോം ചെയ്യുന്നു, ഒരു കവറിങ് ഫോം ചെയ്യുന്നു. അതുമൂലം ലയോഫോബിക് കൊളോയിഡ് എന്ത് ചെയ്യപ്പെടാതിരിക്കും? കൊയാഗുലേറ്റ് ചെയ്യപ്പെടാതിരിക്കും. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന ലയോഫിലിക് കൊളോയിഡ്സിനെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ലയോഫോബിക് കൊളോയിഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ ലയോഫിലിക് കൊളോയിഡുകളെയാണ് നമ്മൾ എന്താ വിളിക്കുക? പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് എന്ന് വിളിക്കുക. പ്രൊട്ടക്റ്റീവ്
കൊളോയിഡ്സ്. അപ്പോൾ പ്രൊട്ടക്റ്റീവ് എന്താണ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് എന്ന് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വാട്ട് ആർ protective colloids? Lyophilic colloids used for protecting lyophobic colloids by solvating them, അല്ലെങ്കിൽ forming a sheath around them is called protective colloid. ഇനി അടുത്തത് എമൽഷൻസ് എന്താണെന്നാണ്. എമൽഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡ് ആണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുന്നു? എമൽഷൻ എന്ന് വിളിക്കുന്നു. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡ് ആണെങ്കിൽ എന്തെന്ന് വിളിക്കുന്നു? എമൽഷൻ എന്ന് വിളിക്കുന്നു. നമ്മൾ എമൽഷൻ എന്തെന്നാണ് പറഞ്ഞത്? ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡ് ആണെങ്കിൽ എന്തിന് എമൽഷൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിൽ ഒരെണ്ണം, രണ്ട് ലിക്വിഡിൽ ഒരെണ്ണം വാട്ടർ ആണെങ്കിൽ രണ്ട് ടൈപ്പ് എമൽഷൻസ് ഉണ്ടാകും. ഒന്ന് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്, ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൽഷൻ. അപ്പൊ ഇതില് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഓയിലും ഡിസ്പേർഷൻ മീഡിയം വാട്ടറും ആയിരിക്കും. മീഡിയം വാട്ടറും. ഉദാഹരണം മിൽക്ക്, എക്സാമ്പിൾ മിൽക്ക്, വാനിഷിംഗ് ക്രീം, എക്സെട്ര. അപ്പോൾ മിൽക്കിൽ നമുക്കറിയാം ലിക്വിഡ് പ്രോട്ടീനാണ്. അപ്പോൾ ലിക്വിഡ് പ്രോട്ടീൻ എന്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്? വാട്ടറിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡ് പ്രോട്ടീനും ഡിസ്പേർഷൻ മീഡിയം വാട്ടറുമാണ്. അപ്പോൾ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഓയിലും ഡിസ്പേർഷൻ മീഡിയം വാട്ടറും ആയിരിക്കും. രണ്ടാമത്തത് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ്. ഇപ്പൊ ഇതില് ഡിസ്പേഴ്സ്ഡ് ഫേസ് വാട്ടറും ഡിസ്പേർഷൻ മീഡിയം ഓയിലും ആയിരിക്കും. ഉദാഹരണം കോഡ് ലിവർ ഓയിൽ, അതുപോലെ ക്രീം, ബട്ടർ, ഇതൊക്കെ എന്നൊരു ഉദാഹരണമാണ്. വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിന് ഉദാഹരണം വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ്. കാരണം കോഡ് ലിവർ ഓയിൽ, അതുപോലെ ക്രീം. അപ്പൊ ഇത് ഒക്കെ എന്തിനാണ്? വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ്. ഇനി എമൽഷൻസ് കുറച്ച് കഴിയുമ്പോൾ ഇത് എമൽഷൻസ് രണ്ട് ലെയറുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടും. അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഈ എമൽഷൻസിന് സ്റ്റെബിലിറ്റി കൊടുക്കാനായിട്ട് നമ്മൾ മൂന്നാമതൊരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യും. അതിനെ എമൽസിഫയിങ് ഏജന്റ് എന്ന് വിളിക്കും. എമൽസിഫയിങ് ഏജന്റ്. അപ്പോൾ the substance added to stabilize an emulsion. ഒരു എമൽഷനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മളെന്ന് വിളിക്കുക എമൽസിഫയിങ് ഏജന്റ്. അപ്പോൾ എമൽസിഫയിങ് ഏജന്റ് ഇപ്പോൾ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പിലാണെങ്കിൽ, ഓയിൽ ഇൻ വാട്ടർ ടൈപ്പിനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഗം, സോപ്പ്, അങ്ങനെയുള്ള സബ്സ്റ്റൻസുകളാണ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? എമൽസിഫയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തത് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിനാണെങ്കിൽ ലോങ് ചെയിൻ ആൽക്കഹോൾസ്, salt of fatty acids, അതുപോലെ ലാംബ് ബ്ലാക്ക്, ഇതൊക്കെ എന്തായിട്ട് ഉപയോഗിക്കാം? എമൽസിഫയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എമൽഷൻ രണ്ട് ലെയർ അല്ലെങ്കിൽ രണ്ട് ലിക്വിഡായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നത് തടയാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റിനെ അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെയാണ് വിളിക്കുക
എമൽസിഫയിങ് ഏജന്റ് എന്ന് വിളിക്കുക. അപ്പോൾ അത് സ്റ്റെബിലൈസ് ആണ് എമൽഷൻ. എമൽസിഫയിങ് ഏജന്റ് സ്റ്റെബിലൈസ് ആണ് എമൽഷൻ. എക്സാമ്പിൾ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പിന് ഗം, സോപ്പ് എക്സെട്ര. വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിലാണ് ലോഞ്ചിങ്, ആൽക്കഹോൾ, സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ ഹെവി മെറ്റൽ സോൾട്ട്സ് ഓഫ് ഫാറ്റി ആസിഡ്, ലാംബ്ലാക്ക് എക്സെട്ര. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സാമ്പിൾസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എമൽസിഫയിങ് ഏജന്റ്. അടുത്തത് ആപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡ്സ് ആണ്. നമുക്കറിയാം നിത്യ ജീവിതത്തിൽ നമുക്ക് കൊളോയിഡ്സിന്റെ വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡ്സ് നമുക്ക് എല്ലാ ഫുഡ് ഐറ്റംസും, മിക്ക ഫുഡ് ഐറ്റംസും നമ്മൾ ഉപയോഗിക്കുന്ന മിൽക്ക്, ക്രീം, ജാം, ജെല്ലി, ഇതൊക്കെ എന്താണ് കൊളോയിഡ്സ് ആണ്. അപ്പോൾ മെനി ഫുഡ് ഐറ്റംസ് ആർ കൊളോയിഡ്സ്. അതുപോലെ കൂടുതലും മെഡിസിൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഒക്കെ കൊളോയിഡൽ സൊല്യൂഷൻസ് ആണ്. കാരണം ഈ കൊളോയിഡ്സിന് സർഫസ് ഏരിയ കൂടുതലാണ്. അപ്പോൾ അത് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിന് കൂടുതലായിരിക്കും. സർഫസ് ഏരിയ കൂടുതലാണ്, അപ്പോൾ കൂടുതൽ അസിമിലേറ്റ് ചെയ്യണം. അപ്പോൾ മോസ്റ്റ് മെഡിസിൻസ് ആർ കൊളോയിഡ്സ്. അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ആലം. അപ്പോൾ അവിടെയും എന്താണ് ഒരു കൊളോയിഡൽ സൊല്യൂഷനാണ് അവിടെ ഫോം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഡസ്റ്റ് അല്ലെങ്കിൽ ക്ലേ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി എന്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു, എന്തിലേക്ക്, ആലത്തിലേക്ക് അബ്സോർബ് ചെയ്യണം. അപ്പോൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ ബൈ ആലം. അതുപോലെ സ്മോക്ക് പ്രസിപ്പിറ്റേറ്റർ. സ്മോക്ക് പ്രസിപ്പിറ്റേറ്റർ. ഇപ്പൊ സ്മോക്ക് പ്രസിപ്പിറ്റേറ്റർ എന്ന് പറയുന്ന വലിയ എന്താണ് ഫാക്ടറികളുടെയൊക്കെ ചിമ്മിനികളിൽ ഉപയോഗിക്കുന്ന സ്മോക്ക് പ്രസിപ്പിറ്റേറ്റർ. അപ്പൊ അതിനെ കോട്രൽ പ്രസിപ്പിറ്റേറ്റർ എന്ന് വിളിക്കും. അപ്പൊ ഇതില് ഈ സ്മോക്ക് എന്ന് പറഞ്ഞാല് നെഗറ്റീവ്ലി ചാർജ്ഡ് കാർബൺ പാർട്ടിക്കിൾ ആണ്. അപ്പൊ അത് പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡിലൂടെ കടത്തിവിടുമ്പോൾ അതിന്റെ ചാർജ് നഷ്ടപ്പെട്ട് ഈ സ്മോക്ക് പാർട്ടിക്കിൾസ് കൊയാഗുലേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അവിടെ എന്താണ് ലോസ് ഓഫ് ചാർജ് ബൈ സ്മോക്ക് പാർട്ടിക്കിൾസ്. എന്തിലൂടെ കടത്തിവിടുമ്പോഴാ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ്. അപ്പൊ ഓപ്പോസിറ്റ് ചാർജുള്ള, ഇപ്പൊ കൊളോയിഡൽ പാർട്ടിക്കിൾ നേർ ചാർജാണ്, കാർബൺ പാർട്ടിക്കിൾ നേർ ചാർജാണോ അതിന്റെ ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡിലൂടെ എന്ത് കടത്തിവിടുക, ഈ സ്മോക്ക് കടത്തിവിടുക. അപ്പൊ സ്മോക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടും, അത് നമുക്ക് ആഷായിട്ട് കിട്ടും. എന്താണ് ഇത് സ്മോക്ക് ഫ്രീ ആവുകയും ചെയ്യും. അതുപോലെ അഞ്ചാമത്തെ ആപ്ലിക്കേഷൻ ദ ഫോർമേഷൻ ഓഫ് ഡെൽറ്റ. ഡെൽറ്റ ഇപ്പൊ നമുക്കറിയാം ക്ലേ എന്ന് പറഞ്ഞ നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡൽ പാർട്ടിക്കിൾ ആണ്. അപ്പൊ റിവർ വെള്ളത്തിലുള്ള അല്ലെങ്കിൽ നദിയുടെ വെള്ളത്തിലുള്ള ഇലക്ട്രോലൈറ്റുകൾ എന്തിനെ കൊയാഗുലേറ്റ് ചെയ്യും, ഈ ക്ലേ പാർട്ടിക്കിൾസിനെ കൊയാഗുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് അവിടെ ഡെൽറ്റകൾ ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ ആർട്ടിഫിഷ്യൽ റെയിൻ. ക്ലൗഡിലേക്ക് ചാർജ്ഡ് സാൻഡ് സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചാർജുള്ള ഏതെങ്കിലും സോളുകൾ സ്പ്രേ ചെയ്യുക. അപ്പോൾ എയറോപ്ലെയിൻസിലൊക്കെ ചെന്നിട്ട് ക്ലൗഡിലേക്ക് ചാർജ്ഡ് സാൻഡ് സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചാർജുള്ള ഏതെങ്കിലും സോളുകൾ സ്പ്രേ ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവുന്നു, ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ടാകുന്നു. അതുപോലെ കൊയാഗുലേഷൻ ഓഫ് റബ്ബർ ലാറ്റക്സ്.
ഇതും എന്തിൻ്റെ ആപ്ലിക്കേഷനാണ് കൊളോയിഡ്. അപ്പോൾ കൊളോയിഡ്സിന് വളരെയധികം ആപ്ലിക്കേഷൻ, ഇപ്പോൾ കുറേയൊന്നും പറഞ്ഞിട്ടില്ല, വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ആപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡ്സ്.